നജീബ് കാന്തപുരം MLA-ക്ക് വേണ്ടിയുള്ള ഷാഫി പറമ്പിൽ നയിക്കുന്ന റോഡ് ഷോ പുരോഗമിക്കുകയാണ്. ഷാഫി, കഴിഞ്ഞ തവണ വളരെ ചെറിയ വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് നജീബ് കാന്തപുരം വിജയിച്ചത്. ഇത്തവണ എന്തായിരിക്കും സാഹചര്യം? 30-ൽ നിന്ന് 10,000-ങ്ങളിലേക്ക് കടക്കുന്ന തെരഞ്ഞെടുപ്പായിട്ട് ഇത് മാറും. നിങ്ങൾ അദ്ദേഹത്തിന് ജനങ്ങളുടെ പിന്തുണ എത്ര വലുതാണ് എന്നുള്ളത് നമുക്ക് തന്നെ അനുഭവപ്പെടുന്നുണ്ട്. ഈ കോൺസ്റ്റിറ്റ്യുവൻസിയുടെ പുറത്തുള്ള ആളുകൾക്ക് പോലും നജീബ് കാന്തപുരം എന്ന MLA കോൺസ്റ്റിറ്റ്യുവൻസിയിൽ നടത്തിയ വർക്കിന് വലിയ മതിപ്പാണ്. എനിക്ക് വളരെ ഇന്നോവേറ്റീവായ നല്ല വിഷനുള്ള ഒരു ജനപ്രതിനിധി. അദ്ദേഹം അടുത്ത 5 വർഷത്തെ കാര്യമല്ല ആലോചിച്ചത്, അടുത്ത തലമുറയുടെ കാര്യങ്ങളാണ് ആലോചിച്ചത്. ഷാഫി, എങ്ങനെയാണ് കേരളത്തിൽ ഇത്രയും മണ്ഡലങ്ങളിലേക്ക് താങ്കൾ ഓടിയെത്തുന്നത്? അത് കേരളത്തിൽ ഓട് തന്നെ, നമ്മൾ മത്സരിക്കുന്നില്ലല്ലോ. അപ്പൊ മത്സരിക്കുന്നവരെ ജയിപ്പിക്കുക എന്നുള്ളതാണ് എല്ലാ പാർട്ടി പ്രവർത്തകരുടെ ഉത്തരവാദിത്വം. ഇവിടെ നിൽക്കുന്ന ഒരു പാർട്ടി പ്രവർത്തകന് ഇവിടെ ജയിപ്പിക്കുക എന്നുള്ള ഉത്തരവാദിത്വം. KPCCയുടെ ഒരു വർക്കിംഗ് പ്രസിഡന്റ് ഭാരവാഹി എന്നുള്ള നിലക്ക് പരമാവധി സ്ഥലങ്ങളിൽ ഓടിയെത്താൻ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അപ്പൊ അതിൽ വലിയ കാര്യമൊന്നുമില്ല. അങ്ങിപ്പോ പോയ വിവിധ മണ്ഡലങ്ങളിൽ ഏറ്റവും കൂടുതൽ ഒരു സ്ട്രോങ് ഫൈറ്റ് നടക്കുന്നിടത്ത് UDF തിരിച്ചു വരുന്ന മണ്ഡലമായിട്ട് തോന്നിയത് എവിടെ? അല്ല, ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യം, നമ്മളിപ്പോ അങ്ങനെ കോട്ട അല്ലെങ്കിൽ അത് പിന്നെ അനക്കാൻ പറ്റാത്ത സ്ഥലം എന്നുള്ളൊക്കെ പറയുന്ന സ്ഥലങ്ങളിൽ പോലുള്ള ഒരു മുന്നേറ്റത്തെ കണ്ടില്ലെന്ന് അടിക്കാൻ കഴിയില്ല. ഇപ്പം ഒരു കാര്യം ഉറപ്പാണ്, എല്ലാ കോട്ടകളും കെട്ടുന്നത് ജനങ്ങളാണ്, പൊളിക്കുന്നതും ജനങ്ങളായിരിക്കും എന്ന കാര്യത്തിന് സംശയമാണ്. ഞങ്ങൾക്ക് ഒരു സാധ്യതയില്ലാത്ത തളിപ്പറമ്പിൽ പോലും ഉണ്ടാവുന്ന ഒരു മുന്നേറ്റമുണ്ട്. അതുപോലെ ഇപ്പോൾ തൃക്കരിപ്പൂര് അതൊക്കെ റൈറ്റ് ഓഫ് ചെയ്ത് വെച്ചിരുന്ന സ്ഥലമായിട്ടാണ് ആളുകൾ കണ്ടിരുന്നത്. പക്ഷേ അവിടെ ചെന്ന് ഇറങ്ങുമ്പോൾ അവിടെ ഉണ്ടായിട്ടുള്ള ഒരു വേവ്, കൊടുങ്ങല്ലൂരിൽ ഞാൻ ചെന്നപ്പോൾ ഒരു സാധ്യതയും ആദ്യം ഉണ്ടാവില്ല എന്ന് പറഞ്ഞിടത്തൊക്കെ ഭയങ്കരമായിട്ടുള്ള ചേഞ്ച് ഫീൽഡിൽ അനുഭവപ്പെടുക. ഞാനൊരു കാര്യം പറയാം, വാർത്തകളിലും അതുപോലെ തലക്കെട്ടുകളിലും വരുന്നൊന്നുമല്ല ഫീൽഡിലെ യാഥാർത്ഥ്യം. ഫീൽഡ് പൂർണ്ണമായി UDF-ന് അനുകൂലമാണ്. അത് ഓരോ സ്ഥലത്തും ചെല്ലുമ്പോൾ, എല്ലാ ജില്ലകളിലും ചെല്ലുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നുണ്ട്. അവസാന ഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിന്റെ ശക്തമായ സാഹചര്യത്തിൽ അനാവശ്യമായി താങ്കളുടെ ഒരു പേര് ഒരു വിവാദത്തിലേക്ക് വലിച്ചിട്ടതിനെ കുറിച്ച് എന്താണ്? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് എങ്ങനെ നമുക്കിപ്പം ഞാൻ എങ്ങനെ അതിനകത്ത് റെസ്പോൺസിബിൾ ആവുന്നു? ഞാൻ അതിനെപ്പറ്റി പറഞ്ഞു കഴിഞ്ഞു. നോക്കിയപ്പോ ഒരു വ്യക്തി ചെയ്ത കാര്യങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. പൊതുപ്രവർത്തനത്തിൽ ഒരുമിച്ച് സഹപ്രവർത്തകരായിട്ടൊക്കെ പ്രവർത്തിക്കും. പക്ഷെ വ്യക്തിപരമായി ചെയ്യുന്ന കാര്യങ്ങളുടെ റെസ്പോൺസിബിലിറ്റി അവർക്ക്. ഇന്ന് നിയമപരമായി എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങൾ ഞങ്ങൾ സൃഷ്ടിക്കുന്നില്ല, വേറൊരു തരത്തിലുള്ള സംരക്ഷണം ഒരുക്കുന്നില്ല, പാർട്ടി നടപടിയെടുത്തു. ഇനി ഇതിന്റെ മുഴുവൻ ഉത്തരവാദിത്തം ഇങ്ങനെ പറയുമ്പോൾ ഈ ഗവൺമെന്റിൽ, പേഴ്സണൽ സ്റ്റാഫിൽ, MLA-മാരിൽ, പാർട്ടിയിൽ ഒക്കെ CPM മുഖ്യമന്ത്രിയുമായിട്ട് ബന്ധപ്പെട്ട ഇത്തരം കാര്യങ്ങൾ ഉയർന്നു വരുമ്പോൾ അവരൊന്നും എടുത്ത സമീപനം അല്ലല്ലോ കോൺഗ്രസ് എടുത്തത്. അപ്പം അതുകൊണ്ട് അദ്ദേഹത്തിന്റെ വാക്കിൽ എന്തെങ്കിലും തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് നിയമപരമായി പോലീസ് അന്വേഷിച്ച് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ നടപടികൾ എടുക്കട്ടെ. പാർട്ടിക്ക് ഇപ്പോൾ ചെയ്യാൻ കഴിയാവുന്ന കാര്യം